ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ചൊരിയപ്പെട്ട ചോരയും നീരും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം. ആ ചോര നമ്മളെ രക്ഷയുടെ പാതയിലൂടെ വഴി നടത്തട്ടെ. ആ നീര് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നമ്മളെ പൂരിതരാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന ഈശോയുടെ മുന്നിൽ നിൽക്കുക. ചരിത്രത്തിലെ ഏറ്റവും വലിയ പാപമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ കൊന്നു. മറ്റെല്ലാ പാപങ്ങളും ഒരു വിധത്തിൽ കർത്താവിനെ മുറിവേൽപ്പിക്കുന്നതാണ് എങ്കിൽ പോലും അവസാനം ഈശോ കൊല്ലപ്പെടുമ്പോൾ ഈശോയെ മനുഷ്യൻ കൊന്നു എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കണം. എപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നുവോ, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ മനോഭാവം കൊണ്ടോ നമ്മുടെ ബന്ധങ്ങളിലൂടെയോ ഒക്കെ മറ്റുള്ളവരെ മുറിപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരുടെ ജീവനെ ഹനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മളെല്ലാം പാപം ചെയ്യുക. എന്നാൽ നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മളെ നിരാശപ്പെടുത്താനല്ല ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കുരിശുമരണത്തെ നമ്മൾ ധ്യാനിക്കുന്നത്, ഓർക്കുന്നത്, ആചരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്. പിന്നെയോ അവിടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഒരു വിധത്തിൽ അനുഭവിക്കുവാനും ആഘോഷിക്കാനും വേണ്ടിയാണ്. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപം ദൈവത്തെ കൊന്നതാണ് എങ്കിൽ ദൈവം എന്തു ചെയ്തു എന്നറിയാവോ? ആ പാപത്തെ നമ്മുടെ പാപപരിഹാരത്തിനുള്ള ബലിയാക്കി മാറ്റി. ഈശോനാഥൻ തൻ്റെ പിതാവിനെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിലൂടെയും അനുസരണയിലൂടെയും തൻ്റെ മരണത്തെ, തൻ്റെ സഹനത്തെ എല്ലാം പാപപരിഹാര ബലിയാക്കി മാറ്റി. ദൈവത്തിന് ഏറ്റവും പ്രീതിപ്പെട്ട ബലിയാക്കി മാറ്റി. മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമേകുന്ന, മനുഷ്യൻ്റെ സഹനങ്ങളെല്ലാം അതിജീവിക്കുവാൻ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന, എങ്ങനെ നമ്മുടെ സഹനങ്ങൾക്കെല്ലാം അർത്ഥമേകാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അവസരമാക്കി അതിനെ മാറ്റി. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാം. ആ സ്നേഹത്തിലൂടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പാപത്തെയും നമ്മിലെ സഹനങ്ങളെയും മരണത്തെപ്പോലും അതിജീവിക്കുവാനായിട്ട് തയ്യാറാകാം. ഇന്നത്തെ വായനകളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കർത്തൃദാസൻ്റെ 4-ാമത്തെ പാട്ടാണ്. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 52, 53 അധ്യായങ്ങളായി വിവരിക്കുന്ന കർത്തൃദാസൻ്റെ 1-ാമത്തെ പാട്ടാണ് ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഒരു വിധത്തിൽ ഈശോയുടെ കുരിശുമരണത്തെ പണ്ടേ പ്രവചിച്ച കാര്യമാണ് യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമുക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങളെല്ലാം അവൻ വഹിച്ചു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ വരുത്തി എന്നെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെ കർത്താവ് തൻ്റെ ആ സഹനത്തെയും വേദനയെയും മരണത്തെപ്പോലും എങ്ങനെ കർത്താവ് നമ്മുടെ പാപപരിഹാര ബലിയാക്കി മാറ്റിയെന്ന കർത്തൃദാസൻ്റെ 4-ാമത്തെ പാട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു വിധത്തിൽ എനിക്ക് തോന്നുന്നു ഈശോ തൻ്റെ മരണത്തിനും തൻ്റെ സഹനത്തിനുമൊക്കെ തൻ്റെ ജീവിതത്തിന് മുഴുവനും തന്നെ അർത്ഥം കണ്ടെത്തിയത് ഈ കർത്തൃദാസൻ്റെ പാട്ടുകളിലൂടെയാണ്, പ്രത്യേകിച്ച് ഈ 4-ാമത്തെ പാട്ടിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സങ്കീർത്തനം അത് 31-ാമത്തെ സങ്കീർത്തനമാണ്.
ആ സങ്കീർത്തനത്തിലെ വാക്യമാണ് കർത്താവ് കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞ 7-ാമത്തെ വാക്യം. പിതാവേ, ഇതാ നിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് ആദ്യം പറഞ്ഞ വാക്യം 22-ാമത്തെ സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ ഒരു വചനം, ആദ്യത്തെ വചനം, അതാണ് മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 3 വചനങ്ങളുണ്ട്. അതിൽ 3-ാമത്തെ വചനമാണ് ഈ 31-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നും എടുക്കപ്പെട്ടത്. പിതാവേ, ഇതാ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ മുന്നേറുമ്പോഴാണ് നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ സഹനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ സമർപ്പണത്തിലേക്ക്, അതിലൂടെ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അതിനുള്ള വഴി നമുക്ക് പറഞ്ഞു തരുന്നവയാണ് ബാക്കിയുള്ള 5 വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ആദ്യത്തെ വചനം, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന വാക്യമാണ്. കുരിശിൽ കിടന്നുകൊണ്ടും നമ്മളോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന കർത്താവ്, ക്ഷമയുടെ പാഠം നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവ്, ഒരു വ്യവസ്ഥയുമില്ലാതെ നമ്മുടെ എല്ലാ തെറ്റുകളും, എല്ലാവരുടെയും തെറ്റുകളും ക്ഷമിക്കുന്ന കർത്താവ്. അതിന് ഒരു വിധത്തിൽ മനുഷ്യനെന്ന രീതിയിൽ തനിക്ക് കഴിയുന്നില്ല. ആ അവസ്ഥയിലാണ് പിതാവേ എന്ന് വിളിച്ച് ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് രക്ഷ തരുന്നത്. എന്നിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ അടുത്ത വചനം നല്ലകളിനോടുള്ള വാക്യമാണ്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കും. ആ നല്ലകളിനെ പ്രത്യാശയേകിയ വാക്യമാത്. പ്രത്യാശയേകിയ ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്താലും അത് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് യാചിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് ക്ഷമിക്കപ്പെടും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഒരു വാക്യം. ബാക്കി 3 വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ആദ്യം കാണുന്ന, കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ ആദ്യ വചനമായി കാണുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്ന വചനമാണ്. നമുക്ക് വേണ്ടി ദാഹിക്കുന്ന ദൈവത്തിൻ്റെ ദാഹമാണ് അവിടെ വെളിപ്പെടുക. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം ദാഹിക്കുക പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യനെന്ന രീതിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് മാനുഷികമായ ദാഹം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ മാനുഷികമായ ആ ദാഹം തൃപ്തിപ്പെടുത്തുവാനാണ് അവർ വിനാഗിരി കർത്താവിന് കൊടുക്കുന്നത്. അവിടെയും അവർ കൊടുക്കുന്നത് വിനാഗിരി. ഈ ചിലർ വലിയ വിഷമം വരുമ്പോൾ മദ്യം കഴിക്കുന്ന പോലെ വിനാഗിരിയിൽ ഒരു മദ്യമുണ്ട്, വീര്യമുണ്ട്. അവൻ്റെ ദുഃഖമെല്ലാം മറക്കട്ടെ എന്ന് പറഞ്ഞ് അവർ വിനാഗിരി കൊടുക്കുന്നത്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് മദ്യമല്ല, പിന്നെയോ ദൈവകൃപയാ, ദൈവസ്നേഹമാ, ദൈവകരുതല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ 2-ാമത്തെ വാക്യം എല്ലാം പൂർത്തിയായി എന്നുള്ളതാണ്. ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെല്ലാം പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടിയാണ്. അവിടുന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം പൂർത്തീകരണം പോലെയാണ് ഈശോ പറയുന്നത്, എല്ലാം പൂർത്തിയായി. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പീഡാനുഭവ വിവരണത്തിൽ തന്നെ ഈ വാക്യം പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എഴുതപ്പെട്ടിരുന്നത് നിറവേറുവാൻ വേണ്ടി ഇങ്ങനെ സംഭവിച്ചു. ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലെ പ്രിയപ്പെട്ടവരെ നമ്മൾ അത് കാണും. കർത്താവിൻ്റെ പീഡാനുഭവ ചരിത്രത്തിൽ നമ്മൾ എന്നിട്ട് 7-ാമത്തെ വാക്യമായാണ് നമ്മൾ ഈ 31-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. പിതാവേ, ഇതാ നിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ആ ആദ്യത്തെ നിലവിളിയിൽ നിന്ന് ദൈവത്തിനുള്ള സമർപ്പണത്തിലേക്ക്, ദൈവകരങ്ങളിലേക്കുള്ള സമർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഈശോ. അതിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്.
നേരെ മറിച്ച് നമ്മുടെ സങ്കടങ്ങൾ വരുമ്പോൾ അതിൽ നിരാശപ്പെടാനോ മറ്റുള്ളവരോട് വിരോധം കൊള്ളാനോ മറ്റുള്ളവരെല്ലാം മറക്കാനോ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സഹനങ്ങളെ അതിജീവിക്കാനാവില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു വചനം കൂടെയുണ്ട്. ഒരു വിധത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യം കർത്താവ് പറയുന്ന വചനമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതെന്താണെന്നറിയാവോ? മാതാവിനോടും യോഹന്നാനോടും, യോഹന്നാൻ എന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനോടും പറയുന്നതാ, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. ശിഷ്യനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. ഈശോനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവൻ തന്നെ നമുക്ക് വേണ്ടി അർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ അമ്മയെ തന്നെ നമുക്ക് പൂർണ്ണമായി നൽകി. ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ, ഈശോ കടന്നു വന്നത് നൽകാൻ വേണ്ടിയാണ്. ഈശോ തൻ്റെ പ്രബോധനങ്ങളുടെയെല്ലാം തൻ്റെ പിതാവിനെ നമുക്ക് പിതാവായി നൽകി. ഈശോനാഥൻ തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകി. ഈശോനാഥൻ തൻ്റെ ആത്മാവിനെ നമുക്ക് ആത്മാവായി നൽകി. ഈശോനാഥൻ ദിവ്യകുർബാനയിൽ തൻ്റെ ശരീരവും രക്തവും നമുക്കായി നൽകി. ആ രീതിയിൽ തന്നെ പൂർണ്ണമായി നൽകിക്കൊണ്ടാണ് കർത്താവ് നമുക്ക് രക്ഷ തരുന്നത്. രക്ഷ തരുന്നു, സമാധാനം തരുന്നു, സൗഖ്യം തരുന്നു, സന്തോഷം തരുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് കടന്നു വന്നത്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ ജീവൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ നോക്കി നമ്മുടെ ഹൃദയവും ജീവിതവും അവിടുത്തെ തിരുമുമ്പിൽ തുറന്നു വെച്ച് നമുക്കെല്ലാം ഉൾക്കൊള്ളാം. ഈശോയിലൂടെ വെളിപ്പെട്ട പിതാവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാം. ഈശോ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളാം. ഈശോ നമുക്കായി തന്ന തൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഈശോയുടെ ആത്മാവിനാൽ നമുക്ക് പൂരിതരായി, ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട്, ആത്മാവിനാൽ നയിക്കപ്പെട്ട് നമുക്ക് ജീവിക്കാം. ഈശോയുടെ ശരീരവും രക്തവും ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ സാക്ഷാത്കരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ അങ്ങനെ മനുഷ്യൻ്റെ പാപത്തെ ബലിയാക്കി മാറ്റി. അവിടുന്ന് പെസഹ കുഞ്ഞാടായി ബലിയർപ്പിക്കപ്പെടുന്ന കാര്യം യോഹന്നാൻ്റെ സുവിശേഷം എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ. സ്നാപക യോഹന്നാൻ പ്രിയപ്പെട്ടവരെ ഈശോയെ വെളിപ്പെടുത്തുമ്പോൾ പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്നവനെന്നാണ്. ഇസ്രയേൽക്കാർ ഈജിപ്തിൽ നിന്നും രക്ഷ പ്രാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സംഹാര ദൂതിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയാണ്. അവർ ആ കുഞ്ഞാടിൻ്റെ ആ അപ്പം ഭക്ഷിച്ചപ്പോഴാണ്, കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാദ് അവരനുഭവിക്കുക. യഥാർത്ഥ കുഞ്ഞാട് ഈശോനാഥൻ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും കർത്താവ് അവിടെ പൂർത്തീകരിക്കുക. അങ്ങനെ ഇന്ന് നമ്മൾ ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബോധപ്പെടാം, ഞാൻ മൂലമാണ് അവൻ മരിച്ചത്, എൻ്റെ പാപങ്ങളാണ് അവനെ കുരിശിലേറ്റിയത്. നമുക്ക് പശ്ചാത്തപിക്കാം, നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് കുരിശിൽ കിടന്നുകൊണ്ട് പറയുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നിലുണ്ട്, ഞാൻ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായന ഹെബ്രായർക്കുള്ള ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ യാഥാർത്ഥ്യമാണ്. മഹാപുരോഹിതനായി നമ്മുടെ എല്ലാ പാപമൊഴികെ എല്ലാത്തിലും നമ്മളോട് ഒന്നായി തീർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ നിന്ന് എല്ലാത്തിനെയും അതിജീവിക്കുവാൻ ശക്തിപ്പെടുത്തുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ മൂലമാണ് കർത്താവ് കുരിശിലേറിയത്. നമുക്ക് വേണ്ടിയാണ് കർത്താവ് കുരിശിലേറിയത്. നമുക്ക് രക്ഷ തരാൻ വേണ്ടി. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് കുരിശിലേറിയത്. അവിടുന്ന് നമ്മിൽ അങ്ങനെ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തെ
നമ്മോട് കൂടെയുള്ള ദൈവത്തെ, നമ്മിലുള്ള ദൈവത്തെ നമുക്ക് കുരിശിലേക്ക് നോക്കി നമുക്ക് ആ ദൈവത്തെ അനുഭവിക്കാം, ഉൾക്കൊള്ളാം. ദൈവം സാധിച്ച രക്ഷ അനുഭവിക്കാം. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച്, ദൈവത്തിൻ്റെ വചനമറിഞ്ഞത് നിറവേറ്റി, ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, ദൈവമേകുന്ന രക്ഷ അനുഭവിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജൂബിലി വർഷത്തിലൂടെ മുന്നേറുമ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടകരായി, ദുഃഖവെള്ളി അന്ത്യമല്ല, അതിനുശേഷം ഉത്ഥാനം വരും എന്ന പ്രതീക്ഷയോടെ, ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് സമർത്ഥമായി വർഷിക്കപ്പെടട്ടെ. ആമേൻ.